തടിയിൽ രൂപങ്ങൾ കൊത്തി ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായ ഓമനക്കുട്ടൻ. നവോത്ഥാനത്തിന് മുഖ്യ പങ്ക് വഹിച്ച ശുഭാനന്ദ ഗുരുദേവന്റെ ചിത്രം തടിയിൽ തീർത്തത് ഏറെ ശ്രദ്ധ നേടി. ആത്മീയ ഗുരുവും നവോത്ഥാന നായകനുമായ ശുഭാനന്ദ ഗുരുവിന്റെ ചിത്രം കൊത്തുപണികളാൽ തടിയിൽ തീർത്തിരിക്കുകയാണ് ഓമനക്കുട്ടൻ എന്ന കലാകാരൻ. തന്റെ ഉപജീവന മാർഗത്തിന്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങൾ ഉപയോഗിച്ച് 2 മാസം കൊണ്ടാണ് ഈ കരവിരുത് പൂർത്തിയാക്കിയത്. വളരെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഗുരുദേവന്റെ ഒരു പടം ചെയ്യണമെന്നുള്ളത്. അപ്പം ഈ അടുത്തിടയിൽ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ 1.5 മാസമായി ഞാനിത് തുടങ്ങിയിട്ട്. പക്ഷേങ്കിൽ സമയം കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത് പൂർത്തീകരിച്ചത്. ഇവിടെ എൻ്റെ തൊട്ടടുത്താണ് അവിടുത്തെ ആശ്രമം, ശിവാനന്ദ ഗുരുദേവന്റെ ആശ്രമം. അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ ഭൂമിയാണിത്. കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുഭാനന്ദ ഗുരു മല്ലപ്പള്ളി ചെങ്ങരൂർ പ്രദേശത്ത് താമസിച്ചിരുന്നു. അന്ന് അദ്ദേഹം സ്ഥാപിച്ച ആശ്രമത്തിന്റെ സമീപത്താണ് ഓമനക്കുട്ടൻ താമസിക്കുന്നത്. ശുഭാനന്ദ ഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ കേട്ടുവളർന്ന ഓമനക്കുട്ടന് കുറെ നാളുകളായുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു കൊത്തുപണി. ഓമനക്കുട്ടന്റെ മനസ്സിൽ പതിഞ്ഞ ശുഭാനന്ദ ഗുരുവിന്റെ രൂപം തടിയിൽ തീർത്ത് എടുത്തപ്പോൾ പ്രോത്സാഹനമായി നാട്ടുകാരും കൂടി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപം കൊണ്ട ഈശ്വരന്റെ നിയോഗമാണ് ഭഗവാന്റെ ആ പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് നിലനിർത്തുക എന്നുള്ളത്. അത് ഈശ്വരൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ട് അദ്ദേഹം ആ കർമ്മം ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്നു. അത് ജീവൻ തുടിക്കുന്ന ആ പതിപ്പായി കാണുകയും അതിൻ്റെതായിരിക്കുന്ന അനുഗ്രഹം സർവശക്തനായ ദൈവം കൊടുക്കുമാറാകട്ടെ. ശ്രീനാരായണ ഗുരു, വിശുദ്ധ ഗീവർഗീസ് സഗത, പരമല തിരുമേനി, ഗണപതി തുടങ്ങി നിരവധി പേരുടെ കൊത്തുപണികളും ചിത്രങ്ങളും ഓമനക്കുട്ടന്റെ ചെങ്ങരൂർ വണ്ടകത്തുമണ്ണിലെ വീട്ടിൽ കാണാൻ സാധിക്കും. ജോൺ, ന്യൂസ്, പത്തനംതിട്ട.